കപ്പലുകൾ കരയ്ക്കെടുക്കണമെങ്കിൽ ചില കുഞ്ഞന്മാരും ഉണർന്ന് പ്രവർത്തിക്കണം. ആരാണെന്നല്ലേ സംശയിക്കേണ്ട. ആള് കുഞ്ഞനാണെങ്കിലും കപ്പലുകളെ കരയ്ക്കെത്തിക്കാൻ കെൽപ്പുള്ള ടഗ്ഗുകളെ കുറിച്ചാണ് പറയുന്നത്. ടഗ്ഗുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സഹിനാരണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏത് ശക്തനായ കപ്പലിനെയും കരക്കെത്തിക്കാൻ ഈ ഇത്തിരി കുഞ്ഞൻ ആവശ്യമാണ്. ടഗ് എന്നാണ് ഇതിനെ പറയുന്നത്. രണ്ട് തരം ടഗ്ഗുകളാണുള്ളത്. ഒന്ന് മോഹിത്ത്, മറ്റൊന്ന് SRP. എന്തായാലും ഈ ടഗ്ഗുകളുടെ വിശേഷം നമ്മൾക്കൊന്നറിയാം. എന്താണ് ടഗ്ഗെന്നും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും കപ്പലുകൾ എങ്ങനെ കരക്കെടുപ്പിക്കാൻ ഈ ടഗ്ഗിൻ്റെ ആവശ്യം അതെന്താണെന്നുമെല്ലാം ഈ ടഗ് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായി സംസാരിക്കാൻ കഴിയുക. അവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് ഒരു ടഗ് എന്ന് പറയുന്നത്? ടഗ് എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ ഷിപ്പുകളെ കാസ്റ്റ് ഓഫ് ചെയ്യാനും, അതായത് ഹാർബറിൽ നിന്ന് പുറത്തേക്ക് പോകാനും അതുപോലെ തന്നെ ഹാർബറിലേക്ക് അടുപ്പിക്കാനും ബർത്ത് ചെയ്യാനും ബർത്ത് ചെയ്യാനും അൺബർത്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെസലാണ്. ഇതിൻ്റെ കപ്പാസിറ്റി ഇതിൻ്റെ ടഗ്ഗിൻ്റെ പേര് മഹാബലി എന്നാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 25 ടൺസ് ആണ്. നമ്മൾ വലിയ നേവൽ ഷിപ്പുകളെയും അത് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് രണ്ട് എൻജിൻ, രണ്ട് സ്റ്റിയറിംഗ് പൊസിഷൻ. ഇത് മാസ്റ്ററാണ്, ഇതാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ചീഫ് എഞ്ചിനീയറാണ്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറയുന്ന സംഭവം. ഇത് ആക്സിലേറ്റർ. ഇതാണ് പ്രൊപ്പല്ലറിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൊപ്പല്ലർ ഈ ഭാഗത്തായിരിക്കും. ഇതിൻ്റെ ഇത് SRP ടൈപ്പ് പ്രൊപ്പല്ലറാണ്. SRP ടൈപ്പ് പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പല്ലർ 360 ഡിഗ്രിയും തിരിയും. അതായത് ഒരു ഷിപ്പ് കരക്ക് വരണമെങ്കിൽ, പ്രത്യേകിച്ചും മറൈൻ ഷിപ്പൊക്കെ കരക്ക് വരണമെങ്കിൽ ടഗ് ആവശ്യമാണ്. മോസ്റ്റ് ഓഫ് ദി ഷിപ്സ്, ഓൾമോസ്റ്റ് എല്ലാ ഷിപ്പുകൾക്കും ആവശ്യമാണ്. ഷിപ്പ് കരയ്ക്ക് എത്തിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കും? ഷിപ്പിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ പുള്ളും പുഷൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ മുമ്പോട്ടും പുറകോട്ടും നമ്മൾ ഫോർ ആൻഡ് ആഫ്റ്റർ ബട്ടൺ അപ്പ് ചെയ്തിട്ട് വേണം അടുപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പുഷ് മോഡിൽ നിൽക്കണം. അത് ഷിപ്പിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. സാധാരണ ഒരു ഷിപ്പ് നമ്മൾ കരയ്ക്ക് എത്തിക്കണമെങ്കിൽ എത്ര ടഗ്ഗിൻ്റെ ഒക്കെ ആവശ്യം വരെ വരാറുണ്ട്? ഷിപ്പിൻ്റെ ഭാരവും അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്തും ഡിപ്പെൻഡ് ചെയ്താണ്. നോർമലി നമ്മളിവിടെ മാക്സിമം 2 ടഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. ഒരു ടഗ്ഗ് പുറകിൽ നമ്മൾ ചേർത്ത് പിടിക്കുകയും ഫ്രണ്ടിലത്തെ ടഗ്ഗ് നമ്മൾ ഈ പൊസിഷനിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചേർത്ത് പിടിക്കുന്ന ടഗ്ഗ് അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യും. ഇത് ഉള്ളിലേക്ക് തള്ളുകയും പുറകിലേക്ക് വലിക്കുകയും ചെയ്യുന്ന മൂവ്മെൻറ്റിലിടും. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് ഷിപ്പിനെ നമ്മൾ സാവധാനം അടുപ്പിക്കുകയാണ് പതിവ്. വലിയ ഷിപ്പുകൾക്കൊക്കെ, വാർഷിപ്പുകൾക്കൊക്കെ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര ടഗ്ഗൊക്കെ വരെ വേണ്ടി വരും? വാർഷിപ്പുകൾ കണ്ടോ, അതുപോലെ കിടക്കുന്ന വാർഷിപ്പുകൾക്ക് 2 ടഗ്ഗ് മാത്രം യൂസ് ചെയ്യുന്നത്. അതേസമയം വലിയ ഷിപ്പുകൾക്കൊക്കെ 3-4 ടഗ്ഗുകൾ യൂസ് ചെയ്യുന്നതുണ്ട്. എന്താണ് ഇവിടെ മാത്രം ഈ ഒരു കാറിന്റെ വൈപ്പർ പോലെ അബ്സലേ കൂടുതൽ മിസ്റ്റ് അതുപോലെ ഫോഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ടിലേക്ക് കാണാനായിട്ട്. അത് ഫുൾ സ്പീഡ് കറങ്ങുകയും ആ ഏരിയ നമുക്ക് വിസിബിലിറ്റി ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഒരു വലിയ സംവിധാനം തന്നെയാണ് ഈ ടഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര വലിയ ഷിപ്പും കരയ്ക്കെടുക്കാൻ ഈ കുഞ്ഞൻ സംവിധാനം ആവശ്യമാണ്.